ഇനി കായിക രംഗത്തെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സെമി ഫൈനലിൽ പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിനാണ് കേരളം തകർത്തത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ സർവീസസ് ആണ് കേരളത്തിന്റെ എതിരാളികൾ. കേരള ടീം പരിശീലകൻ ഷഫീഖ് ഹസന്റെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്കാണ്. ഒരിക്കലും ഈ മാച്ച് ഒരു റിഫ്ലക്ഷൻ അല്ല. നമ്മൾ പഴയ മാച്ചിലെ സ്റ്റാറ്റ്സ് എടുത്തിട്ടല്ല ഒരു ടീമിനെ അല്ലെങ്കിൽ നമ്മളെപ്പോൾ കളിക്കണമെന്നില്ല. എല്ലാം ഫ്രഷ് മാച്ചുകളാണ്. പുതിയ മാച്ചായിട്ട് തന്നെ അതിനെ കാണും. തീർച്ചയായിട്ടും ആ സീരിയസിനോടുകൂടി തന്നെ ഫൈനലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തും. വിഷ്ണുപ്രകാശ് നമുക്കൊപ്പമുണ്ട്. വിഷ്ണു, വളരെ സന്തോഷകരമായൊരു വാർത്ത തന്നെയാണ്. അതും വീണ്ടും നമ്മൾ ഫൈനലിലേക്ക് എത്തുന്നു. പക്ഷേ സർവീസസ് ആണ്, കടുത്ത എതിരാളികളാണ്. എങ്കിലും എങ്ങനെയായിരുന്നു ഇന്നത്തെ മത്സരം? ഒരു ആധിപത്യത്തോടു കൂടിയിട്ടാണോ കേരളം ജയിച്ചു കയറിയത്? ദിവിഷ, കേരളത്തിന്റെ സർവാധിപത്യം കണ്ട ഒരു മത്സരമാണ് ഇന്നിപ്പോൾ നടന്ന രണ്ടാം സെമി ഫൈനൽ. പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ആ ഒരു സ്കോർ ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആധികാരികത നമുക്കത് വ്യക്തമാകും. ആദ്യ പകുതിയിൽ 3 ഗോളും രണ്ടാം പകുതിയിൽ നേടിയ 1 ഗോളും. ഇതാണ് ഇന്നിപ്പോൾ പഞ്ചാബിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തി അത് കേരളത്തിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഫൈനലിലേക്ക് കേരളത്തിനുള്ള യോഗ്യത നേടിക്കൊടുത്തത്. ആദ്യ പകുതിയിൽ മുഹമ്മദ് അജ്സലാണ് കേരളത്തിന്റെ ഓപ്പണിംഗ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. 15-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സലിന്റെ ഹെഡർ അതൊരു ഗോളായി മാറി. തൊട്ടു പിന്നാലെ തന്നെ 34-ാം മിനിറ്റിൽ മുഹമ്മദ് റിയാസ് രണ്ടാം ഗോൾ നേടുന്നു. അതും ഒരു കോർണറിൽ നിന്ന് വന്ന കേരളത്തിന്റെ ഒരു സെറ്റ് പീസിന്റെ ഒരു ടെക്നിക്ക് കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഗോളായിരുന്നു 34-ാം മിനിറ്റിൽ മുഹമ്മദ് റിയാസ് നേടിയ ഗോള്. അതിനുശേഷം ഒന്നാം പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയിരിക്കെ ഇടത് വിങ്ങിൽ നിന്നും മുഹമ്മദ് അജ്സലിന്റെ ഒരു മുന്നേറ്റം, അത് പഞ്ചാബിന്റെ ഡിഫൻഡർമാർ തടുക്കുമ്പോൾ ആ പന്തുമായി സ്വീകരിച്ച് ബോക്സിലോട്ട് കയറിയ വിഘ്നേഷിന്റെ അതിമനോഹരമായിട്ടൊരു ഫിനിഷ് അത് പഞ്ചാബ് വലയിലെത്തിച്ച് ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളിന്റെ വ്യക്തമായ ലീഡും ഒരു ആധിപത്യം ഉറപ്പിച്ചു തന്നെയാണ് കേരളത്തിന്റെ കളിക്കാർ ഇന്നിപ്പോൾ ആദ്യ പകുതിയിൽ കളിക്കളം വിട്ടത്. തൊട്ടുപിന്നാലെ രണ്ടാം പകുതിയിൽ ഈ 3 ഗോളിന്റെ ലീഡ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു കേരള നിരയാണ് രണ്ടാം പകുതിയിൽ കണ്ടത്. പക്ഷേ 85-ാം മിനിറ്റിൽ മുഹമ്മദ് റിയാസ് തന്റെ രണ്ടാം ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഒരു 10 പേരായി ചുരുങ്ങിയ പഞ്ചാബിനെതിരെ ഒരു നീക്കത്തിനൊടുവിൽ ബോക്സിലേക്ക് കിട്ടിയ പാസ് അത് മികച്ച ഫിനിഷിലൂടെ മുഹമ്മദ് റിയാസ് ഗോൾ വലയിലെത്തിച്ച് പഞ്ചാബിന്റെ വലയിലെത്തിച്ച് കേരളത്തിന്റെ ജയം ഉറപ്പിക്കുന്നു. കേരളത്തിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഫൈനൽ കഴിഞ്ഞ വർഷം നടത്തിയ ഫൈനലിൽ ബംഗാളിനെതിരെ കേരളം അന്ന് തോൽക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന ഫൈനലിൽ അത് കേരളം ലക്ഷ്യമിടുന്നത് 8ാം കിരീടമാണ്. കേരളത്തിന്റെ 16ാം ഫൈനലാണ്. മൊത്തം സന്തോഷ് ട്രോഫി ചരിത്രം എടുത്തു നോക്കിയാൽ 16ാമത്തെ ഫൈനലിലാണ് ഇപ്പോൾ കേരളം യോഗ്യത നേടിയിട്ടുള്ളത്. ഇതിൽ 7 കിരീടങ്ങൾ കേരളം ഇതിനോടകം ഫൈനൽ സർവീസസിനെയാണ് കേരളം നേരിടാൻ പോകുന്നത്. ആവേശകരമായ മത്സരം പ്രതീക്ഷിക്കാം. കേരളം കപ്പടിക്കുമെന്നും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം.